നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്താ എല്ലാവരും കയ്യിൽ രാഖി കെട്ടിയിരിക്കുന്നത്? തിരുമേനി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. തിരുമേനി പറഞ്ഞില്ല, വീട്ടിലെ ആചാരാണെന്ന് പറഞ്ഞു. ഇത് നിത്യയുടെ വീട്ടിലെ ചടങ്ങാമേ. അവിടെ ഇങ്ങനൊരു ചടങ്ങുണ്ടോ മോള്? ഇത് ഉത്തരേന്ത്യക്കാരൊക്കെ ചെയ്യുന്നതല്ലേ? ആര് ചെയ്യുന്നതായാലും എന്താ അമ്മേ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ ആളുകൾ ഇത് ഏറ്റെടുക്കില്ലേ? നിത്യയുടെ സന്തോഷത്തിന് വേണ്ടി നിത്യ ചെയ്തു. മോളുടെ വിശ്വാസമാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ഞാനകത്ത് പായസത്തിന്റെ കാര്യം നോക്കുക മോളെ. അതാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടുന്നത്. അമ്മ ഇവിടെ നിന്നോ, ഞാൻ പോയി നോക്കിക്കോളാം. മോളല്ലേ ഇവിടെ നിൽക്കേണ്ടത്. ഞാനിപ്പോ വരാം. അതെന്താ അമ്മയോട് എന്റെ വീട്ടിലെ ആചാരമാണെന്ന് പറഞ്ഞത്? ഇവിടുത്തെ ആചാരാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? എടോ, എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പലപ്പോഴും അവരുടെ വീട്ടിലെ ചടങ്ങുകൾക്കൊക്കെ പോവാറുണ്ട്. അവിടുത്തെ പെൺകുട്ടികൾ അവരുടെ അച്ഛന് വേണ്ടി ചെയ്യുന്ന ചടങ്ങായത്. എനിക്കെന്തോ അതൊരു വലിയ വിശ്വാസം തോന്നി. അച്ഛന് സുഖമില്ലാതിരിക്കല്ലേ, അച്ഛന് വേണ്ടി തന്നെ കൊണ്ടത് ചെയ്യിക്കണമെന്ന് എനിക്ക് തോന്നി. തിരുമേനി പറയാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലേ അമ്മ ചിലപ്പോൾ ദേഷ്യപ്പെടും. തന്റെ തീരുമാനമെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. താൻ ആഗ്രഹിക്കുന്ന പോലെ അച്ഛനെന്ന് നമ്മുടെ കൂടെ വേണ്ടേ? തനിക്ക് അച്ഛനെ സ്നേഹിക്കണ്ടേ? ഈശ്വരാ, നിത്യയുടെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. മനു എന്താ ഇവിടെ? ഏയ് ജ്യോതി, മനു താനെന്താ ഇവിടെ? ഇത് തന്റെ വീടായിരുന്നോ? ബെസ്റ്റ്. ഇതിനകത്ത് കേറിയിട്ടാണോ ഇതെന്നോട് ചോദിക്കുന്നേ? മനു, നിങ്ങൾ തമ്മിൽ അറിയോ? ഇവള് കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നില്ലേ? ആഹാ. ഏട്ടാ ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേ, വാ. ഏട്ടാ, ഇത് മനു. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോയല്ലോ. ഞാൻ സാറ് ചേച്ചിയുടെ അനീന. ഓ ഏട്ടാ, ഏട്ടന് ഇവര് പരിചയപ്പെട്ടില്ലേ? ജീവൻ ഇവര് വന്നപ്പോ തന്നെ പരിചയപ്പെട്ടതാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.